എല്ലാ പ്രിയപ്പെട്ടവർക്കും നയനം ഭാഗം 57ലേക്ക് സ്വാഗതം. വെള്ളത്തിൽ തലമുക്കി വെച്ചാലും പനി വരാത്തവനാ. സത്യത്തിൽ നീ വല്ലതും കണ്ടു പേടിച്ചോടാ? ആരും കാണാതെ അവൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു മോഹൻ ചോദിച്ചു. അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ ശരിക്കും വാദ്യാരായിരുന്നോ അതോ? അവൻ പാതിക്ക് വെച്ച് നിർത്തി. എന്താടാ സംശയം? ഞാൻ അസല് വാദ്യാർ തന്നെയായിരുന്നു. ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഹൈ പൊസിഷനില്ല. തന്നോളം പോന്നൊരു മകനുണ്ടാകുമ്പോൾ കുരുട്ടുബുദ്ധിക്ക് മങ്ങലേൽപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചെന്ന് മാത്രം. മോഹൻ അവൻ്റെ അരികിലേക്കിരുന്നു. ആ സമയം തന്നെ മുറിവാതിൽക്കൽ ഒരു കാൽപെരുമാറ്റം കേട്ടവർ തിരിഞ്ഞു നോക്കി. മുഖത്ത് നേരത്തെ പറഞ്ഞ സംഭാഷണത്തിൽ നിന്നും പ്രതിഫലിച്ച പുഞ്ചിരിയുണ്ട്. അവരെ നോക്കി നയന കഞ്ഞി നിറച്ച ബൗളും പിടിച്ച് മുമ്പോട്ട് വന്നു. അവൾക്ക് എന്തിനെന്നില്ലാത്തൊരു പരിഭ്രമമുണ്ട്. ഇതെന്താ? അർജുൻ അവളുടെ കൈകളിലേക്ക് നോക്കി. കഞ്ഞി? അയ്യേ, കഞ്ഞിയോ? എനിക്കൊന്നും വേണ്ട. അർജുൻ മുഖം വെട്ടിച്ചു കളഞ്ഞു. പനിക്ക് കഞ്ഞി ബെസ്റ്റാ. അർജുൻ, നീ കുടിക്ക്. മോഹൻ തോളിൽ തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുൻപിലെ കസേര നീക്കിയിട്ട് ബൗളിൽ നിന്ന് അല്പം കഞ്ഞി സ്പൂണിൽ കോരി അവൻ്റെ വായിലേക്ക് നീട്ടി. ആ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ്റെ മുഖം ചുളിഞ്ഞു. ഇത് കഴിക്കുക അർജുനേട്ടാ, മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. ഈ കഞ്ഞി കുടിച്ചില്ലേ ഞാൻ നിതാമ്മയോട് പറഞ്ഞു കൊടുക്കും. അവൾ ബൗൾ താഴെ വെച്ചുകൊണ്ട് എഴുന്നേറ്റു. അർജുൻ അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ട്. അവൾ അവനെ തിരിഞ്ഞു നോക്കി. ചുമ്മാ ഞാൻ എൻ്റെ പെണ്ണിനെ കളിപ്പിച്ചതല്ലേ. ഇങ്ങ് താ. അർജുൻ വലിയ വാ തുറന്നു കാണിച്ചു. നിതാമയെ മാത്രം പേടിയുള്ള കൊച്ചു കുഞ്ഞായി അവൻ. നയന സ്പൂണിൽ കഞ്ഞിയെടുത്ത് അവന് കൊടുത്തു. പുറത്തേക്ക് തൂവാതെ അവൻ ഓരോ തവണയും കഞ്ഞി മേടിച്ചു കുടിച്ചു. എന്നോടുള്ള പിണക്കം മാറിയില്ലേ? അവളുടെ മങ്ങിയ മുഖഭാവം നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അതിനും അവൾ മറുപടി പറയാതെ വീണ്ടും കഞ്ഞി കോരിയെടുക്കുകയാണ്. ഇന്നലെ രാത്രി എന്തിനാ എന്നെ കുറുമ്പ് കയറ്റിയത്? ആ ഫലം പിടുത്തത്തിന് തിരിച്ചടിയായിട്ട് ആശുപത്രിയിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ എൻ്റെ പെണ്ണിനെ തനിച്ചാക്കി ഞാൻ മരിക്കുമോ? ഞാൻ മരിക്കുകയില്ല. ചിരഞ്ജീവിയാ. അവളുടെ കൈകളിൽ പിടിച്ചെടുത്ത് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞതും നയന ചിരി അടക്കി പിടിച്ചു. അവൾ അവന് നേരെ വീണ്ടും സ്പൂൺ ഉയർത്തി. അവൻ വേണ്ടെന്ന് തലവെട്ടിച്ച് പറഞ്ഞപ്പോൾ അവൾ അതെടുത്ത് പുറത്തേക്ക് പോയി. മരുന്നൊക്കെ കുടിച്ച് അർജുൻ നല്ല ഉറക്കത്തിലാണ്. നയന ബാൽക്കണിയിൽ പോയിരുന്നു. ഫോൺ എടുത്ത് സൂസനെ വിളിച്ചു. ഉറപ്പായിട്ടും ഞങ്ങളുടെ വിവാഹത്തിന് വരാമെന്ന് പറഞ്ഞ ആളുടെ ഒരു വിവരവുമില്ല. ഹലോ. ആദ്യത്തെ റിങ്ങിൽ തന്നെ സൂസൻ ഫോൺ എടുത്തു. ചേച്ചി, ഇതെന്തു പറ്റി? സൂസൻ്റെ ശബ്ദത്തിലുള്ള തളർച്ച മനസ്സിലാക്കി നയന ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ. സോറി പെണ്ണെ, എനിക്ക് നിന്റെ വിവാഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. എങ്ങനെയുണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ? എല്ലാം നല്ലപടിയാ നടന്നില്ലേ? ഞാൻ അതേക്കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത് ചേച്ചി. ചേച്ചി എന്താ വരാഞ്ഞേ? ഞാൻ കുറേ നോക്കി. റിമയും നേഹയും വന്നിരുന്നു. ഇവിടെ റിസപ്ഷനും അവിടെ നാട്ടിലെ പള്ളിയിൽ മിന്നുകെട്ടിനൊക്കെ അവരുണ്ടായിരുന്നു. ഞാൻ അന്നേ ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അയ്യോ, എന്തു പറ്റി? ഞാനൊരു അമ്മയാകാൻ പോകുന്നടി നയനപ്പെണ്ണെ. ഹേ, ഇത്ര വേഗം? സൂസൻ പറഞ്ഞത് കേട്ട് നയന ഞെട്ടി. ചേച്ചി, അതിന് വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ? അവൾക്ക് എന്തോ മുഴുവൻ പറയാനൊരു നാണം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ? നീ കണക്ക് കൂട്ടി ബുദ്ധിമുട്ടേണ്ട പെണ്ണെ. പ്രഗ്നൻ്റ് ആവാൻ വിവാഹം കഴിക്കണമെന്നുണ്ടോ? സൂസൻ ഒരു മറയുമില്ലാതെ അങ്ങനെ പറഞ്ഞ് ഒരൊറ്റ പൊട്ടിച്ചിരിയായിരുന്നു. വിവാഹത്തിന് മുമ്പേ ഞാൻ 1 മന്ത് കെയറിങ് ആയിരുന്നു. നയന ചെറുനാണത്തോടെ തല താഴ്ത്തി മിഴികൾ ഉയർത്തി മുറിയിലെ ബെഡിൽ ഉറങ്ങുന്നവനെ നോക്കി. ഇനി നയനക്കൊച്ചും ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ. കുറേ നാളായല്ലോ രണ്ടും പൊറുതി തുടങ്ങിയിട്ട്. സൂസൻ ഫോൺ വെച്ചിട്ടും അവൾ ഓരോ ചിന്തകളിലാണ്ടു ബാൽക്കണിയിൽ അങ്ങനെ നിന്നു. മെഡിസിൻ കൃത്യമായി കഴിച്ചതോടെ അർജുൻ്റെ പനി പൂർണ്ണമായി ഭേദമായി. കിടക്കുന്ന നേരവും നയനയുടെ മനസ്സ് നിറയെ സൂസൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. സൂസൻ ചേച്ചി അമ്മയാകാൻ പോകുന്നു. പിണക്കമൊക്കെ മറന്നവൾ അവനെ ചാരിക്കിടന്നുകൊണ്ട് പറഞ്ഞു. അർജുൻ അവളുടെ മുഖത്തേക്ക് എത്തി നോക്കി. നമ്മുടെ കല്യാണത്തിന് വന്നില്ലല്ലോ. അന്നാള് ഹോസ്പിറ്റലിലായിരുന്നുവെന്ന്. പെൺപിള്ളേരായ അങ്ങനെ ഇരിക്കും. എനിക്കും വേണം ഒരു കുഞ്ഞു വാവ. അർജുൻ അവളുടെ വയറിലേക്ക് തലവെച്ച് കിടന്നു. ഒരു കുഞ്ഞുവാവ മതിയാവില്ല കേട്ടോ. കുറേ മക്കൾ വേണം. ആ കൂടപ്പിറപ്പുകൾ സ്നേഹിച്ച് ജീവിക്കുന്നത് കണ്ട് നമുക്കും ജീവിക്കണം നയന. അവളിലേക്കൊന്ന് ചേരാനുള്ള ദേഹത്തിൻ്റെ വെമ്പൽ അവൻ്റെ ശബ്ദത്തിൽ സ്ഫുരിച്ചു. അവൻ്റെ കൈകളുടെ സ്പർശനം അവളിലും ആഗ്രഹം ജനിപ്പിച്ചു. ഏറെ നാളുകൾക്ക് ശേഷമുള്ള മനോഹരമായൊരു കൂടിച്ചേരൽ. ഇത് കണ്ടോ?
അവൻ്റെ വിയർപ്പൊട്ടിയ നെഞ്ചിൽ താട വെച്ചുകൊണ്ട് അവൾ ആ ഫീസ് റെസിപ്റ്റ് അവനെ കാണിച്ചു. അർജുൻ നെറ്റിച്ചുളിച്ചു അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. നയന അവളുടെ മേനി പുതപ്പ് കൊണ്ട് മൂടി അവൻ്റെ മിഴികളുടെ ചലനം നോക്കിക്കിടന്നു. ഇത് അവൻ അവളെ നോക്കി. അർജുനേട്ടനായിരുന്നു എൻ്റെ സ്പോൺസർ. ഈ രാക്ഷസനായിരുന്നു എൻ്റെ രക്ഷകൻ പറയുകയും അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ടവൾ ചെവി കടിച്ചു. വീണ്ടും ഒരു അംഗത്തിന് അതൊരു ഹേതുവാകുകയും ചെയ്തു. ദിവസങ്ങൾ അങ്ങനെ ഭംഗിയായി കടന്നുപോയി. റിസപ്ഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതും കോശിയും ത്രേസ്യയും തോമസും പിള്ളേരും നാട്ടിലേക്ക് തിരിച്ചുപോയി. അർജുൻ അവർക്ക് പോകാനുള്ള ടാക്സി റെഡിയാക്കി കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞതും അർജുനും നയനയും അപ്പച്ചൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിന് അവളുടെ നാട്ടിലേക്ക് പോയി. അവർക്ക് അവിടെ വലിയൊരു വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ മടങ്ങിയെത്തിയത്. നിതാമ്മയുടെയും മോഹൻ്റെയും കൂടെ അവരൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാലുടൻ നയനയോട് അർജുൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങണമെന്നാണ് നിതാമ്മയുടെ പക്ഷം. അവളും സ്വപ്നം കണ്ട ജോലിയാണല്ലോ, അതായിക്കോട്ടെ എന്ന് അർജുനും പറഞ്ഞിട്ടുണ്ട്. ടൂർ പോകാനുള്ള വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാവരെയും രാജനും സീതയും യാത്രയാക്കി. വീട്ടിലിനി അവർ മാത്രമേയുള്ളൂ. കാർ കടന്നു പോയതും രാജൻ വീടിൻ്റെ ഗേറ്റ് അടച്ചു. കോടമഞ്ഞ് മൂടിയ വഴിയിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. സൂക്ഷിച്ചു പോയാൽ മതി അർജുൻ. പിറകിലിരുന്നു നിത മുന്നോട്ടുള്ള വഴി വ്യക്തമായി കാണാതെ അർജുൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഈ വഴിയൊക്കെ എനിക്ക് പരിചയമാണ് നിതാമ്മ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എത്രയോ തവണ ഈ റിസോർട്ടിൽ വന്നിരിക്കുന്നു. അർജുൻ നിധയുടെ കൈ വലിച്ചു തോളിലിട്ടു. അതുകൊണ്ട് സൂക്ഷിച്ചു പോകണ്ട എന്നുണ്ടോ? നീ സൂക്ഷിച്ചു പോയാൽ മതി. ചെക്കനോട് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ഇറങ്ങിക്കോളും. നിത അവൻ്റെ ദേഹത്ത് നിന്ന് കൈ വലിച്ചെടുത്തു സീറ്റിലേക്ക് ചാരി. അവരുടെ ആ സ്നേഹവും പരിഭവങ്ങളും കണ്ടാസ്വദിച്ചു നയന ഒരു ചെറുപുഞ്ചിരിയോടെ ഇരുന്നു. സെൻറ്റർ മിററിലൂടെ അവളെ നോക്കി കണ്ട് ഇടയ്ക്കിടെ ചുണ്ടുകൾ കൂർപ്പിച്ച് അർജുനും. അവർ കാർ ഇറങ്ങുമ്പോഴേ സ്വീകരിക്കാൻ റിസോർട്ടിലെ മാനേജറും സ്റ്റാഫും തയ്യാറെടുത്ത് നിൽപ്പുണ്ട്. മാനേജർ കയ്യിലുള്ള ചെറിയ 2 ബൊക്കകൾ അർജുനും നയനക്കും കൈമാറി. അവരുടെ കയ്യിലെ ട്രോളി തള്ളി മുൻപിലായി സ്റ്റാഫുകൾ പോയപ്പോൾ കൂടെ അവരും തങ്ങളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. അടുത്തടുത്തുള്ള 2 റൂമുകളിലായി അവർ കയറി. അലങ്കരിച്ച ആ റൂമും വലിയ ഗ്ലാസ് കവാടത്തിലൂടെ കാണുന്ന ബാൽക്കണിയും അങ്ങ് ദൂരെ കാണുന്ന കാഴ്ചകളും കണ്ട് നയനയുടെ മിഴികൾ വിസ്മയിച്ചു. ചൊടിയിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നവളുടെ പിറകിലൂടെ പുണർന്നവൻ അവളുടെ തോളിൽ താടകുത്തി ആ കവിളോരം അവൻ കവിൾ ചേർത്തു. ഇഷ്ടായോ? നയനയുടെ കൈ പിടിച്ചെടുത്തു തൻ്റെ വിരൽ കോർത്തുകൊണ്ടവൻ ചോദിച്ചപ്പോൾ അവൾ പുഞ്ചിരി വിടാതെ തലയാട്ടി. എന്നാ വാ. കൈകൾ ചേർത്ത് പിടിച്ചു ചില്ലുവാതിൽ തുറന്നപ്പോഴേ കുളിർന്നു പോയവൾ. 1 മിനിറ്റ്. അർജുൻ അവളെ ആ തണുപ്പത്ത് നിർത്തി മുറിയിലേക്ക് തന്നെ കടന്നു. തണുപ്പിനെ പ്രതിരോധിക്കാൻ കൈകൾ കൂട്ടിത്തിരുമ്മി ദേഹത്തേക്ക് ഇറുക്കി വെച്ചുകൊണ്ടവൾ കോടമറയിൽ ഒളിച്ച സൗന്ദര്യം ആസ്വദിച്ചു. പെട്ടെന്നാണ് ഒരു വെളുത്ത ബ്ലാങ്കറ്റ് അവളെ പൂർണ്ണമായും പൊതിഞ്ഞത്. ആ ചൂടിലേക്ക് അവൻ്റെ നെഞ്ചിലേക്ക് നയന ഒതുങ്ങി നിന്നു. അവന് നേരെ തിരിഞ്ഞു നിന്നപ്പോൾ അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങൾക്ക് തൊട്ടരികിലായിപ്പോയി. കാൽ വിരലുകളിലൂന്നി അവൾ ചെറുതായൊന്ന് ഉയർന്നു പൊങ്ങി പ്രണയത്തോടെ അവൻ്റെ അധരങ്ങളെ തൻ്റേതാക്കി കടിച്ചു പിടിച്ചു. അവളെ ഞൊടിനേരം കൊണ്ടവൻ എടുത്തുയർത്തി ആ മിഴികളിൽ നിന്ന് നോട്ടമൂന്നി റൂമിലേക്ക് തിരിച്ചു നടന്നു. നയന അവൻ്റെ കഴുത്തിൽ ഇറുകി പുണർന്നു. അവളെ പതിയെ ബെഡിലേക്ക് ചായ്ച്ച് കിടത്തുമ്പോഴും അവൾ ആ കൈകൾ അങ്ങനെ പിടിച്ചു. അതോടെ അവൻ്റെ ഭാരം അവളുടെ നെഞ്ചിൽ അമർന്നുപോയി. അവൻ തന്നിലേക്ക് ചേരുമ്പോഴും കഴുത്തിൽ വെച്ച കൈകൾ വീണ്ടും മുറുകിയതേ ഉള്ളൂ. പാതി മയക്കത്തിൽ അവൻ കണ്ണുകൾ തുറന്നു. എത്ര നേരമാണ് അവളെയും നെഞ്ചിൽ ചേർത്തങ്ങനെ ഉറങ്ങിപ്പോയതെന്നൊന്നും ഓർമ്മയില്ല. ദേഹത്തിനും മിഴികൾക്കും ക്ഷീണം ഇനിയും വിട്ടുപോയിട്ടില്ല. പക്ഷേ എപ്പോഴോ നിതാമ്മയെയും മോഹനാങ്കിളിനെയും ഓർമ്മ വന്നതും കണ്ണുകൾ അറിയാതെ തുറന്നു പോയതാണ്. തനിക്ക് മുമ്പിൽ മിഴികൾ പൂട്ടി ഉറങ്ങുന്ന അവളുടെ മുഖത്ത് വീണ മുടിയിഴകൾ പതുക്കെ മാറ്റി. ഇപ്പോൾ തൻ്റെ പുലരികൾക്കൊക്കെ എന്തൊരഴകാണ്. സ്നേഹം കൊണ്ട് മൂടുന്ന 2 ശക്തികൾ, താങ്ങായും തണലായും നിതാമയും അങ്കിളും ഒരുമിച്ച് സ്വപ്നങ്ങൾ നെയ്തു ചേർന്നുറങ്ങാൻ, ചേർത്തു പിടിക്കാൻ ഈ പാവം പെണ്ണും. സന്തോഷം കൊണ്ട് അർജുൻ്റെ മനസ്സ് കുളിരണിഞ്ഞു. ആ വാതിലിനപ്പുറം ചെന്നാൽ പോലും കിട്ടുമോ ഇതുപോലൊരു കുളിർ? ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടനെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം. അർജുൻ അവളെ ഉണർത്താതെ വാഷ്റൂമിലേക്ക് പോയി. അവൾ ചുംബിച്ചു മയക്കിയ ഇടങ്ങളൊക്കെയും സ്പർശിക്കുമ്പോൾ മുഖത്തൊരു വെള്ളച്ചിരിയുണ്ട്. കുളി കഴിഞ്ഞ് വയറ്റിട്ടിറക്കിയെടുത്തു കൊണ്ടവൻ മുറിയിലേക്ക് വന്നു. എന്നാലും എൻ്റെ തങ്കക്കുടങ്ങളെ മറക്കരുതായിരുന്നു.
കണ്ണാടിയിൽ നോക്കി കൈകൊണ്ട് മുടി ഒതുക്കിക്കൊണ്ടവൻ ഓർത്തു. ബെഡിൽ കിടക്കുന്നവൾ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്നുണ്ട്. ബാഗിൽ നിന്നൊരു ഷർട്ടും പാൻറ്റും എടുത്തു ധരിച്ചു. അർജുനേട്ടാ. ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നവൻ അവളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ആ ബ്ലാങ്കറ്റ് ദേഹത്തേക്ക് ഒട്ടിച്ചു പിടിച്ചു എഴുന്നേറ്റിരിക്കുന്നുണ്ടവൾ. നയന കിടന്നോ? ഞാൻ അവരെ കണ്ടിട്ട് വരാം, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാനും വരുന്നു. അവൾക്കെന്തോ പെട്ടെന്ന് സങ്കടം വന്നു. ഞാൻ അവരുടെ റൂമൊക്കെ ഒന്ന് കണ്ടു ഉടനെ ഇങ്ങ് എത്തും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോവാം. അവൻ തിരിഞ്ഞു വന്നു അവളുടെ താടിയിൽ പിടിച്ചു കുലുക്കി. അർജുൻ മോഹൻ്റെയും നിധയുടെയും റൂമിൻ്റെ അടുത്ത് ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് കാത്തുനിന്നു. അത്രയും നേരം അവരെ വന്ന് കാണാത്തതിലും ഫോൺ വിളിച്ചെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാത്തതിലും അവന് വല്ലാത്ത നിരാശ തോന്നി. നിങ്ങൾ പോയിട്ട് വാ മക്കളെ, സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞങ്ങളെ കിട്ടില്ലെന്നും പറഞ്ഞ് രണ്ടുപേരും വരാൻ വിസമ്മതിച്ചതാ. പക്ഷേ അവരില്ലാതെ പോകാൻ അർജുനോ നയനയോ ഒരുക്കമായിരുന്നില്ല. മുൻപൊക്കെ അവർ കൂടെ ഉണ്ടായിട്ടല്ല, പക്ഷെ ഇപ്പോൾ എന്തോ അവരില്ലാതെ പറ്റുന്നില്ല. അവരുടെ സാന്നിധ്യമില്ലെങ്കിൽ ആ കുടുംബചിത്രം പൂർണ്ണമാകാത്തതുപോലെ. മോഹൻ വന്ന് ഡോർ തുറന്നു. നയന എവിടെ? ഡോർ തുറന്നപ്പോൾ അർജുൻ മാത്രമേ ഉള്ളെന്ന് കണ്ട് മോഹൻ മുൻപിലേക്ക് വന്ന് ചോദിച്ചു. ഉറങ്ങാ. അവൻ മോഹൻ്റെ തോളിൽ കൈയിട്ട് റൂമിലേക്ക് കടന്നു. മോഹൻ ഡോർ ലോക്ക് ചെയ്യാൻ നിന്ന സമയം കൊണ്ട് അവൻ കട്ടിലിൽ ഹെഡ് റെസ്റ്റിൽ തലചായ്ച്ചിരിക്കുന്ന നിധയുടെ മടിയിൽ വന്ന് കിടന്നു. TV ഉറക്കെ വെച്ചിട്ടുണ്ട്. ടിവിയിലേക്ക് നോക്കിയിരുന്ന നിധ പുറത്തു വന്നത് അർജുനാണെന്ന് അറിഞ്ഞത് തൊട്ട് ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിരിപ്പായിരുന്നു. മടിയിൽ കിടന്നതും അർജുൻ നിധയുടെ ഒരു കൈയെടുത്തു നെഞ്ചിൽ വെപ്പിച്ചു. അർജുൻ ആ പെൺകുട്ടിയെ റൂമിൽ തനിച്ചാക്കിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അവൻ്റെ നെറ്റിയിലേക്ക് വന്ന മുടിയകൾ പിടിച്ചു വെച്ച് നിധ അവനെ നോക്കി കണ്ണുരുട്ടി. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇതെനിക്കറിയുന്ന റിസോർട്ടാണ്. അവൾ ഉണർന്നാൽ ഇങ്ങോട്ട് വന്നോളൂ. അർജുൻ നിധയുടെ മൂക്കിൽ തൊട്ടതും ഉടനെ അവരത് തട്ടിമാറ്റി. കുറച്ചു നേരം അവൻ്റെയും ശ്രദ്ധ TV ന്യൂസിലേക്ക് തിരിഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വലിയ അക്ഷരങ്ങളിൽ മിന്നിമറയുന്നു. തലക്കെട്ടിന് താഴെ എഴുതി വെച്ചത് കണ്ട് അർജുൻ ഞെട്ടിത്തെറിച്ചു. തുടരും. അടുത്ത ഭാഗം ഉടനെ എത്തിക്കാട്ടോ. താങ്ക് യു.